എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്തര ഫാൽഗുണി എന്ന് പറയും. പിന്നത്തെ ചുവന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നത്തെ ചുവന്നവൾ. 2 രാശികളായിട്ടാണ് ഉത്രം നക്ഷത്രം വരുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലും ആണ് വരുന്നത്. ചിങ്ങക്കൂറിൻ്റെ നാഥൻ സൂര്യനും കന്നിക്കൂറിൻ്റെ നാഥൻ ബുധനുമാകുന്നു. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൂര്യദിശയിലാണ് ജനിക്കുന്നത്. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ഗണമാണ് ഉത്ര നക്ഷത്രം. ചിഹ്നം ജപമണി പോലത്തെ ഒരു ചിഹ്നമാണ്. ഇഷ്ടദൈവം ശ്രീധർമ്മശാസ്താവാണ്. ശിവപ്രീതി വേണം. ഞായറാഴ്ചയും ഉത്ര നക്ഷത്രവും വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതാകുന്നു. ശ്രീകൃഷ്ണ ഭജനവും നല്ലതാകുന്നു. ദേവത ഭഗൻ, ഗണം മനുഷ്യഗണം, യോനി പുരുഷയോനി, ഭൂതം അഗ്നി, മൃഗം ഒട്ടകം, പക്ഷി കാകൻ കാക്ക, വൃക്ഷം ഇത്തി, അക്ഷരം ഊ, മന്ത്രാക്ഷരം ശി, രജ്ജു പ്രഥമ രജ്ജുവിൽ വരും. വേദം കുക്ഷിവേദം, വേദ നക്ഷത്രം പുരുട്ടാതി, ജാതി പ്രതിലോമ, ഗോത്രം പുലസ്ത്യൻ, നാഡി ദക്ഷിണപാർശ്വനാഡി, അഷ്ടദിഗ്ദേവത സിദ്ധി. ഈശ്വരൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ ക്ഷമാശീലവും ഉത്തരവാദിത്വബോധവും ഉള്ളവരായിരിക്കും. വ്യാപാര മേഖലയിലും വാഹന സംബന്ധമായ മേഖലയിലും വിവാഹ സംബന്ധമായ മേഖലയിലുമുള്ള സംശയങ്ങൾ മറ്റുള്ളവർക്ക് തീർത്തു കൊടുക്കുന്ന ഒരു ഉപദേശാവും ഒരു മാർഗദർശിയും കൂടിയായിരിക്കും. ഒരു കാര്യം ഏറ്റെടുത്താൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെയും അതിൻ്റെ അന്ത്യം എത്ര കഠിനമായിട്ടുള്ളതായിരുന്നാലും അതിൻ്റെ അന്ത്യം അത് നല്ല രീതിയിൽ തീർത്താലേ അവർക്ക് സമാധാനമാകൂ. എന്ത് തടസ്സം വന്നാലും അത് ഏത് രീതിയിലായാലും ഈ കൂട്ടി ഇറങ്ങിത്തിരിച്ച കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അഭിമാനികളാണിവർ. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുന്നവരാണിവർ. ആയതിനാൽ ധാരാളം ശത്രുക്കൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ നക്ഷത്രക്കാർക്കുണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസം നേടുകയും ചെയ്യും. വിദ്യ കൊണ്ട് ധാരാളം ധനം സമ്പാദിക്കുകയും ചെയ്യും. കുടുംബഭരണം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. വളരെ കഷ്ടപ്പെടുന്നവരെ ഇവർ സഹായിക്കുകയും ചെയ്യും. ആശ്രിത വത്സരാണിവർ. സൗന്ദര്യബോധമുള്ളവരാണിവർ. അണിഞ്ഞൊരുങ്ങി വൃത്തിയായിട്ട് നടക്കും ഇവർ. സാഹിത്യാദി കലകളിൽ താല്പര്യമുണ്ടാകും. മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാവുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും അഗാധമായ അറിവും ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും. എളിയ നിലയിൽ ജനിച്ചാലും പഠിച്ചും അനുഭവജ്ഞാനം കൊണ്ടും ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. ആയോധന കലകളിൽ, ആയുധങ്ങൾ കൊണ്ടുള്ള കലകളിൽ വളരെയധികം അറിവും പരിശീലനവും ഇവർക്കുണ്ടാവും. ഉത്രം നക്ഷത്രക്കാരുടെ തൊഴിൽ, അതായത് ജ്യോതിഷപരമായ തൊഴിൽ, മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. TV, മറ്റു മീഡിയ, മാഗസീൻ, ന്യൂസ്, അതിലെല്ലാത്തിലും മാധ്യമങ്ങൾ എന്താണോ അതിലെല്ലാത്തിലും പ്രവർത്തിക്കാൻ സാധിക്കും. വിനോദയാത്രാ സംഘാടകരായിരിക്കും ഇവർ. ടൂറിസ്റ്റ് മേഖലയിലും ഒക്കെയുള്ള ഇതായിരിക്കും. വ്യവസായവും വ്യാപാരവും ഇവർക്ക് നല്ല ചേരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കുമുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളുമാകാം. സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ നടത്താം. നയതന്ത്ര വിദഗ്ധരാകാം. ക്രിയേറ്റീവ് ആർട്സ് ആകാം. ഫൈൻ ആർട്സ്, സംഗീതം, മരുന്ന് വ്യാപാരം, എല്ലാ മേഖലയിലുമുള്ള മരുന്ന് വ്യാപാരം, മെഡിക്കൽ ഷോപ്പ് പോലെ മരുന്ന് വ്യാപാരം നടത്താം. ബാക്കി തൊഴിലുകൾ ജാതകം പരിശോധിച്ചാലേ പ്രവചിക്കാനാകൂ. ഉത്തര നക്ഷത്രക്കാർക്കുള്ള രത്നങ്ങൾ. ഉത്തര നക്ഷത്രക്കാർ സൂര്യദശയിൽ ജനിക്കുന്നു. ആയതിനാൽ ദശാനാഥൻ സൂര്യനാകുന്നു. സൂര്യൻ്റെ സ്വാധീനമുള്ള മാണിക്യമെന്ന രത്നം ധരിക്കാം. റൂബി എന്ന് പറയുന്നു. ഉപരത്നങ്ങളായ സ്റ്റാർ റൂബി, സ്പിന്നർ റൂബി, പൈറോപ്പ് ഗാർനറ്റ് എന്നീ ഉപരത്നങ്ങളും ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചുവപ്പ് നിറമാണ് ഈ രത്നത്തിനുള്ളത്. ശുക്രദശയിലും ശനിദശയിലും ഉത്തര നക്ഷത്രക്കാർക്ക് മാണിക്യരത്നം ധരിക്കാവുന്നതാണ്. അതായത് ശുക്രദശ നടക്കുമ്പോഴായിരുന്നാലും ശനിദശ നടക്കുമ്പോഴായിരുന്നാലും ഉത്തര നക്ഷത്രക്കാർക്ക് മാണിക്യരത്നം ധരിക്കാവുന്നതാണ്. 3 കാരറ്റെങ്കിലും ഈ മാണിക്യത്തിന് തൂക്കം വേണം. മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജ ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷമേ ഇത് ധരിക്കാവൂ. വലത് കൈയിലെ മോതിരവിരലിൽ ഇത് ധരിച്ചു തുടങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിന് അകമുള്ള സൂര്യഹോരയിൽ വേണം ഈ രത്നം ധരിച്ചു തുടങ്ങുവാൻ. കൂടുതൽ സംശയങ്ങൾക്ക് എപ്പോഴും ഒരു ജ്യോതിഷൻ്റെ ഉപദേശം തേടുക വളരെ നല്ലതായിരിക്കും. ഉത്തര നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങളാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറിൽ ഉള്ളവർക്ക് ചുവപ്പ് അല്ലെങ്കിൽ റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. കന്നിക്കൂറിലുള്ളവർക്ക് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. ഇൻ്റർവ്യൂവിനോ അതുപോലെ പ്രാധാന്യമുള്ള മീറ്റിങ്ങുകൾ, സംവാദങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുമ്പോഴും ഈ ഡ്രസ്സ് ഭാഗ്യം ചെയ്യുന്നതാണ്. ഈ കളർ, മുകളിൽ പറഞ്ഞ കളറെല്ലാം ഭാഗ്യം ചെയ്യുന്നതാണ്.
ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രുദ്രാക്ഷത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏതു ദശയാണ് നടക്കുന്നതെന്ന് നോക്കി ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതായിരിക്കും നല്ലത്. 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. അത് നൂലിൽ കെട്ടിയോ വെള്ളി സ്വർണ്ണം മുതലായവ കോർത്തോ ധരിക്കാവുന്നതാണ്. സൂര്യദശയാണ് നടക്കുന്നെങ്കിൽ 1 മുഖം, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർദശ 8 മുഖം, കേതുർദശ 9 മുഖം. എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനമാണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. 11 മുതലുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിന് പ്രത്യേക ഒരു കാര്യസാധ്യം നടത്തുന്നതിന് വേണ്ടിയാകുന്നു. പിന്നെ ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിച്യൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാം. അത് പ്രത്യേകമായിട്ടുള്ള വിശിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി അണിയണം. അവർ ശിവഭക്തരാകണം. മരിച്ചു കഴിഞ്ഞാൽ അവർ ശിവഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണം പരമായതും രുദ്രാക്ഷധാരണപരമായിട്ടുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഫോണിലോ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.